സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ പോലെയുള്ള ദിക്റുകൾ ചൊല്ലിയിട്ട് റബ്ബിനോട് ദുആർക്ക, റബ്ബേ നിന്റെ ഉറപ്പ് ഉയർത്തണമേ റബ്ബേ, ഞങ്ങൾ മോശപ്പെട്ടവരാണെങ്കിലും നീ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുതേ. അഫ്വായ റബ്ബേ, കരീമായ റബ്ബേ, റഊഫായ റബ്ബേ, റഹീമായ റബ്ബേ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആശുറ മാത്രമല്ല 1 മുതൽ 10 വരെ അതിശക്തിയായ സുന്നത്താണ് നോമ്പനുഷ്ഠിക്കൽ. 1-ാമത്തെ രാത്രി ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. ഈ രാത്രികളിലെല്ലാം ഏറ്റവും ഇജാബത്ത് 1-ാമത്തെ രാത്രിയും 10-ാമത്തെ രാത്രിയും. അതായത് നമ്മുടെ കലണ്ടർ തുടങ്ങൽ ദുആ കൊണ്ടാണ്. ആരിലേക്ക്? അല്ലാഹുവിലേക്ക്. അവരുടെ കലണ്ടർ ശിർക്ക് കൊണ്ട് തുടങ്ങും, അവരുടെ കലണ്ടർ കള്ളുകുടി കൊണ്ട് തുടങ്ങും, അവരുടെ കലണ്ടർ വ്യഭിചാരം കൊണ്ട് തുടങ്ങും, നമ്മുടെ കലണ്ടർ ദുആ കൊണ്ട് തുടങ്ങും. 1-ാമത്തെ രാത്രിയിൽ ശൈത്താനോ തൊട്ട് കാവൽ ചോദിക്കണം. 360 വട്ടം ആയത്തുൽ കുർസി ബിസ്മിയോടുകൂടി ഓടിയാൽ 1 വർഷം മുഴുവനും പിശാചിൽ നിന്ന് ആ വ്യക്തിയെ രക്ഷപ്പെടുത്തി കൊടുക്കാൻ അല്ലാഹു മലക്കുകളെ ഏർപ്പെടുത്തുമെന്ന് മുത്തസവ്വിഫീങ്ങളായ ആമീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞു, അടേറ്റ് കഴിഞ്ഞു. 1-ാം രാത്രി ബിസ്മി മാസം കണ്ടു എന്ന് കുറഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യാ? 360 വട്ടം എന്തോതുക? ആയത്തുൽ കുർസി ബിസ്മിയോടുകൂടെ. പരിശുദ്ധ ഖുർആനിലെ തൗഹീദിന്റെ ഏറ്റവും വലിയ ആയത്താണ് ആയത്തുൽ കുർസി. നമ്മളെ കലണ്ടർ തുടങ്ങിയാൽ ആയത്തുൽ കുർസി ഓടണം. അവരെ കലണ്ടർ തുടങ്ങിയാൽ കള്ളുടിക്കണം. അവരെ കലണ്ടർ വ്യഭിചാരത്തിന്റെ കലണ്ടർ, നമ്മുടെ കലണ്ടർ ഹിജ്റ കലണ്ടർ, അള്ളാഹ്ക്ക് വേണ്ടി ഏത് സുഖവും വലിച്ചെറിയാൻ തയ്യാറായ കലണ്ടർ. ഒന്നും കൂടി പറയാ, ഇക്കൊല്ലം പോയെങ്കിൽ അടുത്തൊല്ലെങ്കിൽ ശ്രദ്ധിച്ചോ. മുഹറം മാസം കണ്ടു എന്നറിഞ്ഞാൽ ഉടനെ ആ രാത്രി ഒരാൾ 1 ഫാത്തിഹ ഓടുക, 1 സ്വലാത്ത് ഇല്ല, പിന്നെ 360 തവണ ബിസ്മിയോടുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. എന്ന് ബിസ്മിയോടുകൂടെ 360 വട്ടം ചൊല്ലിയാൽ ആ വർഷം മുഴുവനും ശൈത്താന്റെ ഉപദ്രവം തടയാൻ അല്ലാഹു മലക്കുകളെ ഏർപ്പെടുത്തി കൊടുക്കും. നമ്മളെ കലണ്ടറിന്റെ ആദ്യത്തെ രാത്രി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവരെ കലണ്ടർ അങ്ങനെയല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണല്ലോ തൗഹീദിന്റെ ഏറ്റവും വലിയ ആയത്താണ്. ഏതായത്ത്? ആയത്തുൽ കുർസി. മാസം കണ്ടു എന്ന് പറഞ്ഞാൽ ആയത്തിലേക്ക് കയറണം. അവരെ കലണ്ടർ ശിർക്കിന്റെ കലണ്ടർ, നമ്മുടെ കലണ്ടർ തൗഹീദിന്റെ കലണ്ടർ. അവരുടെ കലണ്ടർ എല്ലാം സുഖങ്ങളും സ്വീകരിക്കുന്ന കലണ്ടർ, നമ്മുടെ കലണ്ടർ എല്ലാ സുഖഭോഗങ്ങളും അള്ളാഹുവിന് വേണ്ടി വർജിക്കാൻ തയ്യാറാകണമെന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന കലണ്ടർ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ഇതൊക്കെ വളരെ ചിന്തിച്ചോളി. ഇനിയും ശ്രദ്ധിക്കാനുണ്ട്. ഇനി മുഹറമിലേക്ക് ചിന്തിച്ചോ. മുഹറം തെറ്റിന് ഇരട്ടി ശിക്ഷ ലഭിക്കുന്ന കാലം. ഒരർത്ഥം, തെറ്റിന് ഇരട്ടി ശിക്ഷ ലഭിക്കുന്ന കാലം. മുഹറം നിഷേധിക്കപ്പെട്ടത്. തെറ്റെന്നും നിഷേധിക്കപ്പെട്ടതല്ലേ? ആണ്. പക്ഷെ ഈ സന്ദർഭത്തിൽ തെറ്റിന് കൂടുതൽ ശിക്ഷ ഉണ്ടാവും. അള്ളാഹു കാക്കട്ടെ. മുഹറമിലാണ് അള്ളാഹു ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. മുഹറം മാസത്തിലാണ്. മുഹറമിലെ നന്മക്ക് പ്രതിഫലം കൂടും, മുഹറമിലെ തിന്മക്ക് ശിക്ഷ കൂടും. മുഹറം എന്നാൽ ആദരിക്കപ്പെടേണ്ട മാസം. മുഹറം എന്നാൽ അള്ളാഹുടെ മാസം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹറം സാധാരണ മാസമല്ല. മുഹറമിലെ 1-ാമത്തെ 10-ലാണ് ലോക ചരിത്രത്തിലെ അത്ഭുതങ്ങളെല്ലാം ഉണ്ടായത്. ഒരാൾ ഇന്ന് എന്നോട് വിളിച്ചു ചോദിച്ചു, മുഹറം ആദ്യത്തെ മാസമാകാനുള്ള കാരണം എന്ത്? ഇന്ന് എന്നോട് ഒരാൾ വിളിച്ചു ചോദിച്ചു, മുഹറം ആദ്യത്തെ മാസമാകാനുള്ള കാരണം എന്ത്? കാരണം പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ കർമ്മങ്ങളെല്ലാം അള്ളാഹു ആരംഭിച്ചത് കാലഗണനയിൽ മുഹറമിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്.
ആകാശത്തെ പടച്ചത് മുഹറമിലാണ്, ഭൂമിയെ പടച്ചത് മുഹറമിലാണ്. അതുകൊണ്ട് ആദ്യത്തെ മാസം മുഹറമാണ്. സ്വർഗത്തെ പടച്ചത് മുഹറമിലാണ്, നരകത്തെ പടച്ചത് മുഹറമിലാണ്, അർശിനെ പടച്ചത് മുഹറമിലാണ്, കുർസിയിനെ പടച്ചത് മുഹറമിലാണ്, ലൗഹിനെ പടച്ചത് മുഹറമിലാണ്, കലമിനെ പടച്ചത് മുഹറമിലാണ്, റിസ്ഖിനെ പടച്ചത് മുഹറമിലാണ്, വെള്ളത്തെ പടച്ചത് മുഹറമിലാണ്, എല്ലാം. അതുകൊണ്ട് ആദ്യത്തെ മാസം മുഹറം. ഇതുപോലെ അള്ളാഹു അവന്റെ കർമ്മം ദിവസത്തിൽ ആരംഭിച്ചത്, ആഴ്ചയിലെ 7 ദിവസത്തിൽ അവന്റെ കർമ്മം, ആകാശത്തെ സൃഷ്ടിക്കുന്ന കർമ്മം അവൻ ആദ്യമായി ആരംഭിച്ചത് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ഞായറാഴ്ചക്ക് അറബിയിൽ യൗമുൽ അഹദ് എന്ന് പറയും. 1-ാം നാൾ ഞായറാഴ്ച, 1-ാം നാൾ മുഹറം, 1-ാം മാസം. ഞായറാഴ്ച യൗമുൽ അഹദ്, അവന്റെ കർമ്മത്തിന്റെ 1-ാം നാൾ. എന്നതുപോലെ ദിവസക്കണക്കിന് നോക്കിയാൽ കർമ്മം ആരംഭിച്ച ഞായറാഴ്ച, അപ്പോൾ യൗമുൽ അഹദ്. മാസക്കണക്കിന് നോക്കിയാൽ കർമ്മം ആരംഭിച്ച ആദ്യത്തെ മാസം മുഹറം, അപ്പോൾ അത് ആദ്യത്തെ മാസം. അതിലൊന്നും ബേജാറാകണ്ട. മുൻഗാമി അങ്ങനെ പറഞ്ഞു, പിൻഗാമി ഇങ്ങനെ പറഞ്ഞു എന്നല്ല. അങ്ങനെയാണ് കണക്ക്, അതാണ് കണക്ക്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇതൊക്കെയാണ് അതിന്റെ കണക്ക്. അങ്ങനെയാണ്. മുൻഗാമികൾ ഒന്ന് വെറുതെ പറയൂല. അവർ വലിയ സ്വാലിഹീങ്ങളാണ്, അവർ വലിയ മുത്തഖീങ്ങളാണ്, അവർ വലിയ ആഖലീങ്ങളാണ്. അവർ ദീനിന്റെ അടിത്തറ നോക്കിയിട്ട് മാത്രം കർമ്മം ചെയ്യുന്നവരാണ്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അപ്പൊ ഇങ്ങനെ ചിന്തിക്കണം. അതാണ് മുഹറം. മുഹറം മാസത്തിന് ഒരുപാട് പ്രത്യേകതയാ. പറഞ്ഞില്ലേ, മുഹറം 1 മുതൽ 10 വരെ. മുഹറമില്ല ഈ 10 ദിവസങ്ങൾ, 10-ാം നാൾ ആശുറ. ആശുറ എന്നാൽ അമ്പിയാക്കന്മാരെ പെരുന്നാളാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് മുമ്പുള്ള അമ്പിയാക്കൾക്കെല്ലാം ഏറ്റവും സന്തോഷമുള്ള ദിവസം മുഹറം 10 അതുകൊണ്ട് ഇന്നും ഇസ്ലാം അതിനെ നിലനിർത്തി മുഹറം 10 സന്തോഷിക്കണം. മുഹറം 10 കുട്ടികളെ കരയാൻ സമ്മതിക്കരുത്. മുഹറം നോമ്പോറ്റ പോരാ, നോമ്പ് 1 മുതൽ നോക്കണ്ടേ, നോമ്പോറ്റ മാത്രം പോരാ. മുഹറം 10 ഒരാൾ തന്റെ കുടുംബത്തെ സന്തോഷിപ്പിച്ചാൽ ആ വർഷം മുഴുവനും അള്ളാഹു അവനെ സന്തോഷിപ്പിക്കുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. മൻ ഔസഅ അലാ അയാലിഹി യൗമ ആശുറ ഔസഅ അല്ലാഹു അലൈഹി സായിറ സനതിഹി. മൻ ഔസഅ അലാ അയാലിഹി യൗമ ആശുറ. ആശുറ ദിവസം ഒരാൾ തന്റെ കുടുംബത്തിന് വിശാലത ചെയ്തു കൊടുത്താൽ. ഇപ്പൊ നമ്മള് സാധാരണ പോലെയല്ല. ഒരു അതിഥി വീട്ടിൽ വരുന്ന ദിവസം, ഒരു അതിഥി വീട്ടിൽ വന്നന്ന് നമ്മൾ ഈ മുരിങ്ങ താളിച്ചതും ചോറും മാത്രം ഉണ്ടാക്കിയാൽ തിന്നാൻ അതുപോലെ. ഒരു നിലക്ക് ഈ നെയ്യ് വാരിട്ടതിനേക്കാൾ കൂടുതൽ ആരോഗ്യം എന്തിനാണ് താനും? മുരിങ്ങയില. പക്ഷേ അതിഥിക്ക് തോന്നും ഇന്ന മൂപ്പര് കണക്കാക്കിയിട്ടില്ല. കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കൽ സമ്മതമുള്ള ഒരു കാര്യം അതിഥി വരലാണ്. അതിഥി ഒരാളാണെങ്കിലും 4 ആളെ ഭക്ഷണം ഉണ്ടാക്കാം, ബാക്കി അയൽ വീട്ടിൽ കൊടുക്കാം. ഒരാളുള്ള വീട്ടിൽ ഒരാളെ ഭക്ഷണം, 2 ആളുള്ള വീട്ടിൽ 2 ആളെ ഭക്ഷണം, അങ്ങനെ ഉണ്ടാക്കാൻ പാടുള്ളൂ. പക്ഷേ അതിഥി വന്നാൽ ഒരതിഥിയാണെങ്കിലും 10 ആളെ ഭക്ഷണം ഉണ്ടാക്കാം. ഇതാണ് തൗസിഅത്ത്, ഇതാണ് വിശാലത. അതിഥി 2 ആളാ, എന്നാൽ കുറച്ച് കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കി, അതിന്റെ കോലം ഒന്ന് ഉഷാറാക്കി. നീ തിരിച്ചു പോരി. മൻ ഔസഅ അലാ അയാലിഹി യൗമ ആശുറ. ആശുറ ദിവസം ഒരാൾ തന്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ. വിശാലത സാധാരണ ഞായറാഴ്ച ആണെങ്കിലോ വെള്ളിയാഴ്ച ആണെങ്കിലോ ഒക്കെ ബീഫ് വാങ്ങുന്ന വീടാണെന്ന് വെക്കുക എങ്കിൽ അന്ന് മട്ടൻ വാങ്ങുക. ഔസ ഉദാഹരണം, മട്ടൻ എന്നുള്ളത് ഒരു ഉദാഹരണം. ചേരുവകൾ കുറച്ച് കൂട്ടുക, എല്ലാവർക്കും ഒരു സന്തോഷം, എല്ലാവർക്കും സുപ്രയിലിരിക്കാൻ ഒരു ആനന്ദം. മൻ ഔസഅ അലാ അയാലിഹി യൗമ ആശുറ. ആശുറ ദിവസം ഒരാൾ തന്റെ കുടുംബത്തിന് വിശാലത ചെയ്താൽ ഔസഅ അല്ലാഹു അലൈഹി സായിറ സനതിഹി. ആ വർഷം മുഴുവനും അള്ളാഹു അവന്റെ വരുമാനത്തിൽ വർധനവ് നൽകും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസിന്റെ താഴെ ഒരുപാട് കിതാബുകളിൽ കാണാം ഈ സംഭവം മുജറബാണ്. ഈ സംഭവം പരീക്ഷിച്ച് അംഗീകരിക്കപ്പെട്ട സംഭവമാണ്. ഒരുപാട് ആളുകൾ ഇത് അംഗീകരിച്ചിട്ടുണ്ട്, പല ആളുകൾക്കും ഇത് അനുഭവമുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഇതിന് കാരണം?
അമ്പിയാക്കളിൽ ഏകദേശ നബിമാരെല്ലാം സന്തോഷിച്ച ദിവസം മുഹറം ആദ്യത്തെ 10-ലാണ്. കൃത്യമായി പറഞ്ഞാൽ 10-ാമത്തെ ദിവസം മുഹറമിലാണ്. ആശുറായിലാണ് അല്ലാഹു തആല ആദം നബിയുടെ തൗബ സ്വീകരിച്ചത്. ആശുറായിലാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടത്. ആശുറായിലാണ് ഇദ്രീസ് നബിയെ സ്വർഗത്തിലേക്ക് ജീവനോടെ ഉയർത്തിയത്. ആശുറായിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആശുറായിലാണ് യാക്കൂബ് നബിയുടെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയത്. ആശുറായിലാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആശുറായിലാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗം മാറിയത്. ആശുറായിലാണ് യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആശുറായിലാണ് ലോകൈക ചക്രവർത്തിയായ സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധികാരം സംസ്ഥാപിതമായത്. ആശുറായിലാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആകാശത്തേക്ക് ഉയർത്തിയത്. ഇതൊന്നുമല്ല ലോകത്തുണ്ടായ. ആശുറായിലാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനത കടൽ കടന്നു പോയത്. ആശുറായിലാണ് ഫിറഔനെ മുക്കിക്കൊന്നത്. ഇങ്ങനെ ഒന്നും രണ്ടും ഒന്നുമല്ല സംഭവങ്ങൾ, ലോകത്തെ മഹാസംഭവങ്ങളെല്ലാം നടന്നത് ആശുറായിലാണ്. അതുകൊണ്ട് അമ്പിയാക്കൾക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു ആശുറാ. ഈ 10 ദിവസം എല്ലാം നോമ്പ് വിൽക്കുക. പ്രധാനമായി ചൊല്ലേണ്ടത് ഇഖ്റേദാ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ കലിമത്തുൻ ഇൻദി മാ മിൻ യഖൂലുഹാ മാ മിൻ മക്റൂബിൻ യഖൂലുഹാ ഇല്ലാ ഫറജല്ലാഹു അൻഹു കലിമത്തു അഖി യൂനുസ മിൻ ബത്നിൽ ഹൂതി എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കലിമത്തുൻ ഇൻദി, എൻ്റെ കയ്യിൽ ഒരു വചനമുണ്ട്. മുത്തുനബി പറയാ കലിമത്തുൻ ഇൻദി, എൻ്റെ കയ്യിൽ ഒരു വചനമുണ്ട്. മാ മിൻ മക്റൂബിൻ യഖൂലുഹാ, പ്രയാസമുള്ള കാലത്ത് ആരിത് പറഞ്ഞാലും ഇല്ലാ ഫറജല്ലാഹു അൻഹു, പ്രയാസം നീക്കി കൊടുക്കും. അതേതാ വാക്ക്? കലിമത്തു അഖി യൂനുസ മിൻ ബത്നിൽ ഹൂതി, മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് എൻ്റെ സഹോദരൻ യൂനുസ് പറഞ്ഞ വാക്കാണ്. ഇപ്പോൾ നമ്മൾ ഒരു പ്രയാസത്തിലാണ് എന്നല്ല, എന്തൊക്കെയോ പ്രയാസം വാസനിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുക. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് മുഹറം 1-ാമത്തെ ദിവസം ചൊവ്വാഴ്ചയാകുന്നതിൽ ഖൈറില്ലാന്ന് ചില അസ്റാർ അറിയുന്ന ആളുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഈ കൊല്ലത്തെ മുഹറം 1 എന്ന ചൊവ്വാഴ്ച, മുഹറം 1 ചൊവ്വാഴ്ചയാകുന്നതിൽ ഖൈറില്ലാന്ന് അസ്റാറിന്റെ ചില ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്നവർക്കുള്ള വയലാണ്. കാർഡ് ഞാൻ കാണിച്ചു തരും, അത്രയേ ഉള്ളൂ. വിശ്വസിക്കാത്തവരോട് ഇത് പറഞ്ഞിട്ട് കാര്യമല്ല. എൻ്റെ വയലെന്ന് പറഞ്ഞാൽ സുന്നികൾക്കുള്ള വയലാണ്. അള്ള പറഞ്ഞാലും സ്വീകരിക്കാത്ത കുറച്ച് മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരോട് വർത്താനില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞതിന് റെക്കോർഡ് ഉണ്ടാവും, അതിലും ബേജാറോ ഒന്നും വേണ്ട. ഞാനിത് എന്തിനാ പറഞ്ഞതെന്നറിയോ? ഈസി ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട കുറച്ച് ഗൗരവമാണ് വിഷയം. എന്തൊക്കെയോ പ്രയാസങ്ങൾ വാസനിക്കുന്നത് പോലെ തോന്നുന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ നാട് ഇപ്പോൾ കഴിഞ്ഞ 1.5 ആഴ്ച മുമ്പ് അഭിമുഖീകരിച്ച ഏറ്റവും വലിയ കാര്യം വെള്ളമാണ്. ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ കാര്യം വെള്ളമില്ലായ്മയാണ്. ഇതെന്താ കാര്യം? അള്ളാന്റെ ഒളബാണ് മനുഷ്യരെ, റബ്ബിന്റെ ഒളബാണ്. റബ്ബിന്റെ ഒളബിന്റെ പരിഹാരമാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. റബ്ബിന്റെ ഒളബ് ഉയർന്നിട്ടില്ല. തൂഫാൻ ഒഴിവായി എന്ന് വിചാരിച്ചിട്ട് റബ്ബിന്റെ ഒളബ് ഉയർന്നിട്ടില്ല. നമ്മളെ മലയാള മാസക്കണക്കിൽ ഇത് ചിങ്ങാണ്. തൂഫാൻ വന്നിട്ടില്ലെങ്കിൽ തന്നെ പുഴയും തോടും പാടവും നിറഞ്ഞു നിൽക്കേണ്ട കാലമാണ്. നമുക്ക് അള്ളാഹു തരുന്ന കാലഗതി അനുസരിച്ച് ഈ കാലം, നമ്മുടെ മലയാള മാസം കാർഷിക മാസങ്ങളാണ്. കൃഷിക്കനുസരിച്ചാണ്, നമ്മുടെ നാട്ടിലെ കൃഷിക്കനുസരിച്ചാണ് നമ്മുടെ മലയാള മാസത്തിന്റെ കണക്കുണ്ടാക്കി വെച്ചിട്ടുള്ളത്.
അപ്പൊ തൂഫാനൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെ തോടും പാടവും നിറഞ്ഞ് വെള്ളം ഉണ്ടാവേണ്ട സമയമാണിത്. വെള്ളമില്ല. കഴിഞ്ഞ 2 ആഴ്ച മുമ്പോ വെള്ളത്തോട് വെള്ളം. അള്ളാന്റെ തിരിച്ചടി ഭയപ്പെടാതിരിക്കുക മോശപ്പെട്ടവർ മാത്രമായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എന്തൊക്കെയോ ആപത്ത് വാസനിക്കുന്നത് പോലെ, എന്തോ ഒരു ആപത്ത് വാസനിക്കുന്നത് പോലെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ സന്ദർഭത്തിൽ ചെയ്യേണ്ടത് ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുന്ന സമയമാണിത്. എല്ലാ രാത്രികളിലും ഭാര്യയും ഭർത്താവും അടക്കമുള്ളവര് എണീച്ചിരുന്ന് സുബഹിയുടെ മുമ്പ് എന്ത് ചെയ്യാ? കുറച്ച് ദിക്റൊക്കെ ചൊല്ലി, ഒരു യാസീൻ ഓടാൻ കഴിഞ്ഞാൽ അത് ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആനോട് ദിക്ർ ചൊല്ലി. ഏത് ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ പോലെയുള്ള ദിക്റുകൾ ചൊല്ലിയിട്ട് റബ്ബിനോട് ദുആർക്ക, റബ്ബേ നിന്റെ വളപ്പ് ഉയർത്തണമേ റബ്ബേ, ഞങ്ങൾ മോശപ്പെട്ടവരാണെങ്കിലും നീ ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുതേ. അഫ്വായ റബ്ബേ, കരീമായ റബ്ബേ, റഊഫായ റബ്ബേ, റഹീമായ റബ്ബേ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മുൻഗാമികൾ 3:10 പരിഗണിക്കും എന്ന് ബഹുമാനപ്പെട്ട മഹാനായ മഖ്ദൂമുസ്സാനി, ബഹുമാനപ്പെട്ട മഖ്ദൂമുസ്സഗീർ ഫത്ഹുൽ മുഈന്റെ മുസന്നിഫായ മഖ്ദൂമുസ്സാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ 3:10 പരിഗണിക്കും. സ്വഹാബത്തിന്റെ കാലം മുതൽ. 1 റമളാനിലെ അവസാനത്തെ 10, 2 ദുൽഹജ്ജിലെ ആദ്യത്തെ 10, 3 മുഹറമിലെ ആദ്യത്തെ 10. അതിലൂടെ എല്ലാ ആപത്തിനെയും തടഞ്ഞിട്ടും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. സ്വഹാബത്തിന്റെ കാലം മുതലേ 3:10 പ്രത്യേകമായി പരിഗണിച്ചിരുന്നത് എന്ന് ഫത്ഹുൽ മുഈന്റെ മുസന്നിഫായ മഖ്ദൂമുസ്സഗീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെ പറയുകയല്ല, അവർ തന്നെ പറയുന്നുണ്ട്. 1-ാമത്തെ ദിവസം മുതൽ 10-ാമത്തെ ദിവസം വരെ നോമ്പ് നോൽക്കൽ സുന്നത്തുൻ മുഅക്കദ, മുഅക്കദത്തായ സുന്നത്താണ്, സാധാരണ സുന്നത്തല്ല, കടുകട്ടിയായ സുന്നത്താണ് എന്നല്ല. മുഹറം മൊത്തം നോമ്പോൽക്കൽ സുന്നത്തുണ്ട്. ഏറ്റവും ശക്തിയായ സുന്നത്ത് ആദ്യത്തെ 10 ദിവസം. മുഹറം മൊത്തം നോമ്പ് നോൽക്കൽ ആപത്ത് മുസീബത്തുകളെ നീങ്ങിപ്പോകാനും ഖൈറിനെ നേടാനും മുഹറം മൊത്തം നോമ്പോൽക്കൽ സുന്നത്തുണ്ട്. മുഹറമിലെ നോമ്പ് അത് ആശുറാന്റെ ഉള്ളിലായാലും ആശുറാന്റെ പുറത്തായാലും മുസ്തഫ നബിക്ക് വലിയ ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന്റെ കാലം മുതലേ 3:10 പരിഗണിക്കാറുണ്ട്. 1 റമളാനിലെ അവസാനത്തെ 10, 2 ദുൽഹജ്ജിലെ ആദ്യത്തെ 10, 3 മുഹറമിലെ ആദ്യത്തെ 10. പകൽ നോമ്പ് നോൽക്കുക, രാത്രി ദിക്റും ദുആയും ഖുർആനോത്തുമായി അല്ലാഹുവിലേക്ക് അടുക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. തിർപ്പഞ്ച് ഉസ്താദ് ഉണ്ടായിരുന്ന കാലത്ത് ഒരു മൗലൂദ് കൊടുത്തയച്ചിരുന്നു. അന്ന് ഞാൻ ആ മൗലൂദ് പ്രാവർത്തികമാക്കിയിരുന്നു. ബഹുമാനപ്പെട്ട അസ്ഹാബുൽ അബാ വൽ കസാഇന്റെ മൗലൂദ്, ഇവരുടെ വല്യാപ്പമാരുടെ പേരിലുള്ള മൗലൂദ്. അത് പ്രാവർത്തികമാക്കിയാലേ ഒരു വർഷത്തെ മുസീബത്ത് നീങ്ങിക്കിട്ടാൻ കാരണമാകും എന്ന് അതിന്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 5 ആളുകളാണ് അസ്ഹാബുൽ അബാ വൽ കസാ. അവർക്ക് മൗലിദ് ഓതേണ്ട നേരമാണ് ഇത്. മുഹറമിലെ ആദ്യത്തെ 10 ദിവസം 5 ആള്. ഇത് ഷിയാക്കൾ ചെയ്യുന്ന പരിപാടിയാണ്. ഷിയാക്കൾ ഇതല്ലടോ ചെയ്യാ. ഷിയാക്കൾ ആഷുറായിന് നെഞ്ച് പൊത്തി പൊളിക്കുക ചെയ്യുക. സുന്നത്യമാറ്റിന്റെ ആളുകാര് 5 ആളുകൾക്ക് വേണ്ടി യാസീനോടുക. പൊരയിൽ 5 ആളുകൾക്ക് വേണ്ടി. അല്ലാഹു തആല പൊരുത്തപ്പെട്ട അമലുകൾ നിങ്ങൾക്ക് കേൾക്കണ്ടേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. 5 ആളുകൾക്ക് വേണ്ടി മൗലിദ് ഓതുകയോ ഫാത്തിഹ യാസീൻ ഓതുകയോ ചെയ്യുന്നത് 10 വരെ പതിവാക്കിയാൽ ഈ വർഷത്തെ ആപത്ത് നിന്ന് രക്ഷപ്പെടാൻ സാധ്യത കൂടും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി ആ മൗലിദിലുണ്ട്. ഈ മൗലിദ് ബഹുമാനപ്പെട്ട തിർപ്പഞ്ച് ഉസ്താദ് വിതരണം ചെയ്തിരുന്നു. തിർപ്പഞ്ച് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ നമുക്കത് ദലീലാണ്. കാരണം
നമ്മുടെ മുന്നിൽ കടന്നുപോയ അള്ളാഹുവിനെ സ്നേഹിച്ച ഒരു മഹാനാണ് ആര്? തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാരുടെ ഇപ്പോഴും അവരുടെ ശിഷ്യന്മാരും അനുയായികളും ആ മൗലിദ് ഈ സമയത്ത് ചെല്ലാറുണ്ട്. മൗലിദോടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാ? 5 ആളാണ് ലോകത്തിന്റെ നേതൃത്വം. 1 പുണ്യ മുഹമ്മദ് മുസ്തഫ, 2 അലിയുനിൽ മുർത്തള, 2 ഉമ്മുന ഫാത്തിമ ബിന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ഇവർക്ക് വേണ്ടി 1 മുതൽ 10 വരെ പഴയ കാലത്ത് മൗലിദോടും. എന്തിന്? ഇവര് മൗലിദോടിയിട്ട് തവസ്സുലാക്കും അള്ളാഹിനോട്. അള്ളാഹ്, എന്റെ ഇഷ്ടപ്പെട്ട ഈ മഹാന്മാരെ ഞങ്ങളിതാ മൗലിദോടിയിട്ടുണ്ട് മഹാന്മാരെ, അതുകൊണ്ട് ഈ കൊല്ലത്തെ മുസീബത്ത് ഞങ്ങൾക്ക് നീ ഒഴിവാക്കി തരണേ. അത് കാരണമായി ഒരു കുടുംബം, ഒരു വ്യക്തി 1 വർഷത്തെ മുസീബത്തിൽ രക്ഷപ്പെടുമെന്ന് ആ മൗലിദിന്റെ തുടക്കത്തിൽ ഉണ്ട്. ആ മൗലിദ് തൃപ്പേച്ചി മുഹമ്മദ് മുസ്ലിയാർ പ്രാവർത്തികമാക്കുകയും ആക്കാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. വഹാബിയോടല്ല പറയുന്നത്, വഹാബിക്ക് വിശ്വാസമില്ല അവനോടല്ല പറയുന്നത് മുഅ്മിനീങ്ങളായ സുന്നികളോടാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മൗലിദ് എന്റെ കയ്യിലുണ്ട്. ഇനി തൃപ്പഞ്ചി ഉസ്താദിന്റെ ശിഷ്യന്മാരെ സമീപിച്ചാൽ മൗലിദ് കിട്ടും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി ഒരാൾക്ക് അത് കിട്ടിയില്ലാന്ന് വെക്ക, എന്നാൽ ഒരു യാസീനെങ്കിലും ഒരു 5 ആൾക്ക് 1 മുതൽ 10 വരെ. ഇവരൊക്കെയാണ് നമ്മളെ നേതൃത്വം. ആ ഹുസൈൻ തങ്ങളെ പേരക്കുട്ടിയാണ് ഈ ഇരിക്കുന്നത്. ഒരു പേരക്കുട്ടിയാണ് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അവരെ കയ്യിലാണ് സമുദായത്തിന്റെ നേതൃത്വം. അവർക്ക് ഇസ്സത്ത് ഉണ്ടായാലേ സമുദായത്തിന് ഇസ്സത്തുള്ളൂ. അവര് തകർന്ന സമുദായം തകരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അവരെ മുബ്തദിഈങ്ങളുടെ പക്ഷം അവരെ പഴപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികൾ അവിടെ വാളെടുത്ത് ചാടാനുള്ള കാരണം വേറെയൊന്നുമല്ല. മുഅ്മിനീങ്ങളെ നേതാക്കന്മാരെ തകർക്കാനുള്ള ശ്രമം പഴയ കാലം മുതലേ ബിദ്അത്തിന്റെ കക്ഷികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. മൗലിദ് ഓടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും എന്ത് ചെയ്യാ? 1 മുതൽ 10 വരെ ഈ മഹാന്മാർക്ക് വേണ്ടി യാസീനോട്. ആര് പറഞ്ഞു? മൗലിയാരെ തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു. എനിക്ക് തെളിവാണ്. ശംസുൽ പറഞ്ഞാൽ എനിക്ക് തെളിവാണ്. നിങ്ങൾക്ക് തെളിവല്ലേ? അത്ര ഇവിടെ നടത്താനുള്ളൂ. കണ്ണിയത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് തെളിവല്ലേ? എനിക്കും നിങ്ങൾക്കും തെളിവാണ്. തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും തെളിവാണ്. അല്ലാത്തവനോട് ഇവിടെ വർത്താനല്ല. അപ്പൊ എന്ത് ചെയ്യാ? ഈ രാത്രികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ കൊല്ലം മുഹറം ഉദിച്ച സമയത്ത് തന്നെ എന്റെ മനസ്സ് തോന്നിയിട്ടുണ്ട് എന്തോ ആപത്ത് വരാൻ പോകുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുഹറം 1-ാമത്തെ ദിവസം ചൊവ്വാഴ്ചയായാൽ അനർത്ഥങ്ങൾ വരുമെന്ന് ചില അസ്റാറിന്റെ ശൈഖന്മാർ രേഖപ്പെടുത്തി വെച്ചതായി കാണുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാം. ഇനി അതിനെ നീക്കാൻ എന്താ മാർഗം? ലാ യസ്ബിഖു ഖദ്റ ഇല്ല ദുആ. ഖദ്റിനെ മാറ്റാൻ എന്തിനാ കഴിയാ? ദുആ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവിടെ പിന്നെ എന്താ പരിഹാരം? ദുആ. പഠിച്ചോനെ, നീ ഞങ്ങൾക്ക് തന്ന അടയാളത്തിൽ പ്രയാസങ്ങൾ കാണുന്നുണ്ട്. മുഹറം 1 ചൊവ്വാഴ്ചയായാൽ സമുദായത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോകുമെന്ന് ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോന്നിനും ഓരോ കണക്കുകൾ ഉണ്ടാവും. ഇതെവിടുന്ന് കിട്ടി? ഇതൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കശ്ഫ് അസ്റാർ ഉണ്ടാവും. ഇതെല്ലാം സ്വഹാബത്തിന്റെയും താബിഈങ്ങളെയും തബഉ താബിഈങ്ങളുടെയും മശായിഖന്മാരുടെയും കശ്ഫ് അസ്റാർ ഇൽഹാമിൽപ്പെട്ടതായിരിക്കും. വിശ്വാസമുള്ളവനോടെ വർത്താനുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹിനോട് ഒരു ഖദറിനെ മാറ്റിമറിച്ചിടാൻ എന്തിനു കഴിയും? ദുആക്ക് കഴിയും. പടച്ചോനെ, ഞങ്ങൾ വലിയ ബേജാറിലാണ്. അള്ളാഹുവേ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ കിതാബിൽ തന്നെ കാണുന്നുണ്ട്, മുഹറം 1-ാം ദിവസം ചൊവ്വാഴ്ചയായാൽ ക്ഷാമം അധികരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ക്ഷാമം അധികരിക്കും. എന്താ ഞാൻ പരിഹാരം? ദ്വാർക്ക. മുഅ്മിനീങ്ങൾ ദ്വാർക്കും. എന്നിട്ട് അവരെ പ്രശ്നം അവർ പരിഹരിക്കും. വലൗ കാന ശൈഉൻ സാബഖൽ ഖദ്റ ലസബഖഹു ദുആ. ഖദറിനെ മറിച്ചിടാൻ ഒന്നിന് കഴിയുമെങ്കിൽ അത് എന്തിനാണ്? ദുആക്കാണ്. ദ്വാർക്ക. രാവും പകലും ദ്വാർക്ക. ഇപ്പൊ ഗൾഫിൽ മാന്യമുണ്ടായാൽ നമ്മുടെ അടുക്കളയിൽ പുക കുറയും. പഴയ കാലല്ല ഇന്നത്തെ നമ്മുടെ കാലം. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ കൃഷിയുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ കൃഷിയില്ല. ഇനി ഒന്നുമില്ല. പാടത്തൊന്നും ഇറങ്ങി നോക്കാൻ ഇല്ല. അപ്പൊ ഇന്ന് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നെ വേണം. ഒരു 30 കൊല്ലം മുമ്പാണെങ്കിൽ പാടത്തും പണിയും
പറമ്പിലൊക്കെ ഇറങ്ങിയിട്ട് അർദ്ധപ്പട്ടിണിയാക്കാം. ഇപ്പോൾ അർദ്ധപ്പട്ടിണിയുമില്ല. പഴയ കാലത്തുള്ള വരുമാനവും ഇന്ന് നമുക്കില്ല. ഇന്നിപ്പോ നമ്മളെ വരുമാനം എന്തുമാത്രം? ഗൾഫും ഗൾഫിനോട് ബന്ധപ്പെട്ടവും കച്ചവടം ഉണ്ടാകണമെങ്കിൽ എവിടുന്ന് പൈസ കിട്ടണം? ഗൾഫ്, അല്ലാതെ ഇവിടെ എന്താ? അപ്പോൾ മാന്ദ്യം വരുന്നു. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്താ പരിഹാരം? ദുആ. ദുനിയാവിലെ മുസീബത്ത് നീങ്ങണമെങ്കിൽ ദുആ, ആഖിറത്തിലെ ആപത്ത് തടുക്കണമെങ്കിൽ ദുആ. ദുആക്ക് ഇജാബത്തുള്ള 10 1 മുതൽ 10 വരെ. അത് മാത്രമല്ല മുഹറം മൊത്തം, മുഹറമിലെ ഏത് ദിവസവും റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരുന്നു. 10 മാത്രമല്ല, മുഹറം 30 ദിവസവും നോമ്പ് നോൽക്കാൻ മുസ്തഫ നബിക്ക് ഇഷ്ടമായിരുന്നു എന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടി പറയുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണം. അല്ലാഹുവിലേക്കുള്ള വഴി നമ്മൾ തുറക്കുക. അള്ളാഹുവിനോട് പ്രത്യേകമായി ദുആ ചെയ്യുക. മുഹറം ആദ്യത്തെ 10 ഇറങ്ങിയ ആയത്ത് ഈ സമയത്ത് കൂടുതൽ ഓതുന്നത് നല്ലതാണ്. ഏതാ മുഹറം ആദ്യത്തെ 10 ഇറങ്ങിയ ആയത്ത്? ആ ആയത്ത് കഴിഞ്ഞിട്ട് പിന്നെ റസൂലുള്ളാഹി ഒരു മുഹറമിൽ ഉണ്ടായിട്ടില്ല. റസൂലുള്ളാഹിന്റെ അവസാനത്തെ മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ഇറങ്ങിയ ആയത്താണ് ഏത്? ഈ സന്ദർഭത്തിൽ ഓതുന്നത് മുൻഗാമികൾ നടപ്പിലാക്കാറുണ്ടായിരുന്നു. ഏതായത്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അധികരിച്ച് ചൊല്ലുക. ഇതിന്റെ ഫളായിൽ കാണാം. ആദ്യത്തെ 10 ചൊല്ലിയാൽ ആ വർഷത്തെ അധികരിച്ച് ചെല്ലിയാൽ ആ വർഷത്തെ മുസീബത്ത് തടഞ്ഞു പോകാൻ കാരണമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖുർആന്റെ രഹസ്യം കിടക്കുന്ന ആയത്താണിത്. ഇസ്ലാം പൂർത്തിയായിട്ടാണ് ഈ ആയത്ത് വരുന്നത്. അല്യോമ അക്മൽതു ലക്കും എന്ന ആയത്ത് അറഫയിൽ ഇറങ്ങിയതോടുകൂടെ ഇസ്ലാം പൂർത്തിയായി. പിന്നെ മുഹറം മാസത്തിൽ ഇറങ്ങിയ ആയത്താണ് ഏത്? ലഖദ് ജാഅകും. ഔദേ ഉള്ളൂ, എന്തില്ല? ബിസ്മില്ലാ. കാരണം ഇത് ഏത് ആയത്താണ്? തൗബ സൂറത്ത്. ആവർത്തിച്ച് ചൊല്ലുകയാണെങ്കിൽ ആദ്യം ഒരു ഔദ് മാത്രം ഓടിയാൽ മതി. അപ്പൊ ഈ സന്ദർഭങ്ങളിൽ ഈ ആയത്ത് ഇങ്ങനെ നടക്കുമ്പോഴും പോകുമ്പോഴും ഇരിക്കുമ്പോഴും വരുമ്പോഴും ഒക്കെ ആയത്ത് ഇങ്ങനെ ഓടുക. ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ മുസീബത്തും ഞങ്ങൾക്ക് നീക്കി തരണം റബ്ബേ എന്ന് പറയാം. രാത്രിയോ മറ്റോ ഒരു ഫാത്തിഹ, യാസീൻ, ഇഖ്ലാസ്, മുഅവ്വതൈനി 5 ആളുകൾ ഓതുക. ആരൊക്കെ 5 ആള്? മുത്ത് മുഹമ്മദ് മുസ്തഫ, സയ്യിദുന അലി, ഉമ്മുന ഫാത്തിമ, ഹസന്, ഹുസൈന് റളിയല്ലാഹു. അവർ ആണ്ടാണ്. അതിൽ 5ാമത്തെ ആളാണ് ഹുസൈൻ തങ്ങൾ. അവർ വഫാത്തായതാണ് 10. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഷിയാക്കൾ 10ന്റെ അന്ന് അടിച്ച് പൊളിച്ച് അവരെ നെഞ്ഞു മുറിക്കും. അത് കരുതി അതെന്തോ തമ്മാടിത്തരം ചെയ്തോട്ടെ, അത് കരുതി ഇവര് നമ്മളെ മഹാന്മാരല്ലേ, നമ്മുടെ വല്യപ്പാരല്ലേ, അതിന്റെ അടിസ്ഥാനത്തിലാക്കാം ആയിരിക്കാം നമ്മുടെ സാലിഹ്യങ്ങളായ ഇമാമിങ്ങളും മശായിഖന്മാരും ഇത് പ്രാവർത്തികമാക്കാറുള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ല നല്ല മജ്ലിസിൽ കൂടി ദുആയിൽ പങ്കെടുക്കുക. പൊരകളിൽ തന്നെ ബാപ്പി മക്കളൊക്കെ കൂടിയിരുന്ന് അള്ളാഹുവിനോട് മുസീബത്ത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ദുആ ഇറക്കുക. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നോമ്പ് സാധാരണ സുന്നത്തല്ല, കടുകട്ടിയായ ശക്തിയായ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഫത്ഹുൽ മുഈന്റെ മുസന്നിഫായ മഖ്ദൂം സഗീർ രേഖപ്പെടുത്തിയതായി ഇവിടെ ഞാൻ പറഞ്ഞു. അവരായിരുന്നു 500 കൊല്ലത്തിനിടയിൽ മലയാളത്തിലെ ഏറ്റവും വലിയ ഫഖീഹ് അവരാണ്. ഫത്ഹുൽ മുഈൻ എഴുതിയ മഹാനായ മഖ്ദൂം സഗീർ റളിയല്ലാഹു അൻഹു അവരുടെ കിതാബിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത്? 1 മുതൽ 10 വരെയുള്ള നോമ്പ് എന്തല്ല, സാധാരണ സുന്നത്തല്ല, എന്താണ്? സുന്നത്തുൻ മുഅക്കദത്താണ്. അപ്പൊ ആശുറായിന് മാത്രമല്ല, 1 മുതൽ 10 വരെ. എന്തിന്? ലിജൽബിൽ മനാഫിഇ വദഫഇൽ മളാറി. ഉപകാരങ്ങൾ നേടിയെടുക്കാനും ഉപദ്രവങ്ങളെ തടയാനും ഈ നോമ്പ് ഉപകരിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇതൊക്കെ മനസ്സിലാക്കി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം എന്നും ഇലാഹിയായ ചിന്ത, അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, സാലിഹീങ്ങൾ പോയ വഴി, മുഅ്മിനീങ്ങൾ പോയ വഴി. എവിടെയും ഖൈറിന്റെ അഹ്ലുകാരുടെ ഓർമ്മയാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ആ മാർഗത്തിൽ മുന്നോട്ട്